നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരണം എത്രയും പെട്ടെന്ന്. എന്നാലും നിനക്കൊരു മാറ്റം വരുള്ളൂ. മോളെ, വേദനയുണ്ടോ? ചെറുതായിട്ട്. സാരില്ല, കുറയൂട്ടോ. നീ നല്ലയാളാ. നിന്നെ ലൈനിൽ കിട്ടാൻ വേണ്ടി ഞാൻ എത്രയോ ട്രൈ ചെയ്തതാ. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫാ. പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടു. അത് നീ കണ്ടെന്ന് ബ്ലൂടിക്കും കണ്ടു. എന്നിട്ട് നീ പ്രതികരിച്ചില്ലല്ലോ ശ്യാമേ. നിനക്ക് എന്താ പറ്റിയത്? ചേച്ചിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. വർഷയുടെ കാര്യം പറയണ. അവൾ അപകടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷ അപകടത്തിലാണെന്നോ? അവൾക്കെന്താ പ്രശ്നം? ഫോണിലൂടെ സംസാരിച്ചാ ശരിയാവില്ല. എനിക്ക് ഉടനെ നിന്നെ ഒന്ന് നേരി കാണണം. ഞാൻ വരും. വർഷയുടെ കാര്യമാകുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്നാണ്, എവിടേക്കാ, എപ്പോഴാ വരേണ്ടതെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മതി. ശരി, വിളിക്കാം. ഫോൺ എടുക്കണം. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കരുത്. ഇല്ല ചേച്ചി, ഞാനെപ്പോഴും ചേച്ചിയുടെ വിളി പ്രതീക്ഷിച്ച് തന്നെ നിൽക്കും. ശരി ചേച്ചി. എന്ത് സഹായം ചെയ്തും വർഷയെ രക്ഷിക്കാൻ ശ്യാമു വരും. വന്ദനമ്മ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലോ. വന്ദനമ്മ ആരെയാ ഫോണിൽ വിളിച്ചത്? വന്ദനമ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരാൻ പോകുന്ന ഒരാളെ. അതാരാ? അതൊക്കെ ഉണ്ട്. എനിക്കറിയാം ആരാണെന്ന്. പറയട്ടെ? പറ. ജഗനങ്ങളല്ലേ? ദേഷ്യപ്പെടണ്ട. വന്ദനമ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരുന്ന 2 പേരേ ഉള്ളൂ. 2 പേരോ? ഒന്ന് ഞാൻ, പിന്നെ ജഗനങ്ങള്. ദേ നോക്ക് ദിയ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞു പോരുതെന്ന്. അവളുടെ ഒരു ജഗനങ്ങള്. ജഗനങ്ങള് ആപത്ത് സമയത്ത് രക്ഷകനായി വരുന്ന മായാവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.